CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം, മന്ത്രിമാരുടെ പ്രവർത്തനം മോശമെന്നും വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. മന്ത്രിസഭയിലേക്ക് K. രാധാകൃഷ്ണന് പകരം ആരെന്നതിലും തീരുമാനമായേക്കും. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. കുന്നംകുളം, വടക്കാഞ്ചേരി, തൃത്താല മേഖലകളിൽ പ്രകമ്പനം. ഭൂചലനം പുലർച്ചെ 4 മണിയോടെ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 3 മലയാളികളുടെ സംസ്കാരം ഇന്ന്. പത്തനംതിട്ട സ്വദേശി തോമസ് ഉമ്മൻ, കോട്ടയം സ്വദേശികളായ ഷിബു വർഗീസ്, ശ്രീഹരി എന്നിവർക്ക് വിട ചൊല്ലാൻ നാട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുർബാന തർക്കം രൂക്ഷം. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന നിർദ്ദേശം തള്ളി അൽമായ മുന്നേറ്റം. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവ് ചവറ്റുകുട്ടയിലിട്ട് പ്രതിഷേധം. എങ്ങുമെത്താതെ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പണി. പ്രഖ്യാപിച്ച സമയപരിധിക്കുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. ജൂൺ 15-നകം പണി പൂർത്തിയാക്കി നൽകുമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പും പാഴായി. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് തീർത്ഥാടകർ മിനായിലേക്ക്. ജംറയ്ക്ക് നേരെയുള്ള കല്ലേറ് കർമ്മം ഇന്ന്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. കേരളത്തിൽ പെരുന്നാൾ നാളെ. യൂറോ കപ്പിൽ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ തകർത്ത് സ്പെയിൻ. നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിക്ക് വിജയത്തുടക്കം. ഇംഗ്ലണ്ടും നെതർലൻഡ്സും ഇന്നിറങ്ങും.